എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടരും എന്ന് വെച്ചത്? ഇത്രയും നാളും എത്രയോ പൊസിഷനുകളിൽ ആശംസകൾ നേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് ചിൽഡ്രൻസ് ലൈബ്രറിയുടെ ഓഡിറ്റോറിയത്തിന് മുന്നിലാണ്. ഇവിടെ ഏഷ്യാനെറ്റ് സൈലം എക്സലൻ്റ് എഡ്യൂക്കേഷണൽ അവാർഡ് നടക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത്. ഏഷ്യാനെറ്റ് ACV ചാനലും സൈലവും ചേർന്നാണ് എഡ്യൂക്കേഷണൽ എക്സലൻ്റ് അവാർഡ് കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോട്ടയത്തിൻ്റെ നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാറാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കോട്ടയം MLAയും നിയമസഭാ സ്പീക്കറുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഏറ്റുമാനൂർ MLA ശ്രീ നാട്ടകം സുരേഷാണ്. കോട്ടയം ജില്ലയിലെ ഏകദേശം 500ഓളം മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. SLC ഫുൾ A+, അതോടൊപ്പം തന്നെ +2 ഫുൾ A+, അതുപോലെ +2 5 A+ എന്നിവ നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ് ഇന്നിവിടെ നടക്കുന്നത്. ശ്രീ നാട്ടകം സുരേഷ് നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ കൈയടികളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏഷ്യാനെറ്റിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ഞങ്ങളുടെ വെൽവിഷറുമാണ്. ഞങ്ങളുടെ എല്ലാ പരിപാടി സ്പോൺസറായിട്ട് ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒറ്റ വാക്കില് ഏറ്റവും പ്രധാനപ്പെട്ട 2 കടമ്പകളായ SSLCയും അതുപോലെ +2ലും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടരും എന്ന് വെച്ചത്? ഇത്രയും നാളും എത്രയോ പൊസിഷനുകളിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത കോട്ടയത്തിന് അഭിമാനമായ നമ്മുടെ ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നിയമസഭയിൽ സഭാ TV നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ആ സഭാ TV മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. നിയമസഭയിൽ നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് വന്നെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്കുന്ന ഒരു ആലോചന ജനങ്ങളെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കുന്നതിന് പറ്റത്തക്ക വിധത്തിൽ മാധ്യമങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയും ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഈ യുഗം ചെറുപ്പക്കാരുടെ യുഗമാണ്. ഈ യുഗം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുടെ യുഗമാണ്. ആ യുഗം നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അതിനൊത്ത് മാനസികമായി ഉയർന്നേ മതിയാവും. അതുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കോട്ടയത്തുള്ള ACV ടീം വ്യക്തിപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അടുപ്പമുള്ള ആളുകളാണ്. ഞാൻ ആളെണ്ണം പറയേണ്ട കാര്യമില്ല. അതിലെല്ലാം നല്ല പ്രഗത്ഭമതിക്കുന്ന ആളുകൾ. അതിന് കേബിൾ നെറ്റ്വർക്കിനകത്തും ഇതുപോലെ തന്നെ വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ എല്ലാവരും കൂടി ചേരുന്ന ടീം ACV ആയിട്ട് നമ്മുടെ നഗരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും തരുന്നു. ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ACVയുടെ ഈ മുന്നേറ്റത്തിൽ ഞങ്ങളെല്ലാവരും ആഹ്ലാദം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും നമ്മളിലേക്കുള്ള പഠനമാണ് ഇനി നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ലക്ഷ്യം എന്താണോ അതിനുള്ള മാർഗം തിരഞ്ഞെടുത്ത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കഠിന പരിശ്രമം നിങ്ങൾ നടത്തണം. പ്രശസ്തമായ ഒരു വാക്യമുണ്ട്, നമുക്ക് വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഈ ഭൂമിയും സകല ചരാചരങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആരെഴുതിയെന്ന് പറയുമോ? ദി ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിനകത്ത് ഉള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത്. പൗലോ കൊയ്ലോ എന്ന ലോകപ്രശസ്തനായ എഴുത്തുകാരന്റെ വാക്കുകളാണത്. അത് എക്കാലവും ആ വാക്കിന് തിളക്കമുണ്ട്. അത് വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അപ്പം കഠിനാധ്വാനം ചെയ്യണം ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കതിന് കഴിയട്ടെ. ഇവിടെ മാനേജർ ഹൗഷ ജോസ്ന സൂസൻ ജേക്കബ്, ഹെലനി എലിസബത്ത് ബിജു, ഡോണ സാറ ജോർജ്, ലിയ ഗോഡ്ലി, സിദ്ദിഖ് സിയ, ആലിൻ കെ ബാബു, ഗൗതം ബി, അന്ന എബ്രഹാം, ഗുൽഷപ്പേട്ട് പബ്ലിക് സ്കൂളിലെ ജോൺസൺ എബ്രഹാം,